നെടുമങ്ങാട് മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി യുവരാജ് ഗോകുലിനെതിരെ പരാതിയുമായി ഇടതുപക്ഷം. യുവരാജ് ഗോകുൽ എന്ന പേരിൽ മത്സരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. എന്നാൽ ഇതേ പേരിലാണ് ചാനൽ ഡിബേറ്റുകളിലടക്കം കഴിഞ്ഞ 18 വർഷമായി യുവരാജ് ഗോകുൽ അറിയപ്പെടുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് നമുക്കൊപ്പം ചേരും. അതിനു മുൻപ് നമുക്ക് യുവരാജ് ഗോകുൽ നമുക്കൊപ്പം ചേരുകയാണ്. യുവരാജ് കേൾക്കാമല്ലോ അല്ലേ? യുവരാജ്, എന്താണ് ഇത്തരത്തിലൊരു പരാതി ഉയരാൻ കാരണം? എനിക്ക് തോന്നുന്നു അവർക്ക് എന്തോ ഭയം തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു ടെക്നിക്കൽ ഇഷ്യൂ പിടിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഈ മത്സരിക്കുന്ന പലർക്കും അവരുടെ പേര്, യഥാർത്ഥ പേര് തന്നെ ആയിരിക്കണമെന്നില്ല ബാലറ്റിൽ വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പിണറായി വിജയൻ എന്നായിരുന്നാലും ശരി തന്നെയാണ്, രമേശ് ചെന്നിത്തല എന്നായിരുന്നാലും ശരി തന്നെയാണ്, ഇപ്പോ നമ്മുടെ തന്നെ കരമന ജയൻ ചേട്ടന്റെ പേര്, ഇപ്പൊ ഇവരുടെ എല്ലാവരുടെയും പേര് ഞാനത് വളരെയധികം എൻക്വയറി ചെയ്തതിന് ശേഷമാണ് അത് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയുമല്ലോ എന്നുള്ള കാര്യം അന്വേഷിച്ചിട്ട് നമ്മൾ അഡീഷണൽ ഒരു ഫോം വെച്ചാൽ മതി എന്നുള്ളതായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് സംഭവിക്കുമെന്നുള്ളതായിരുന്നു എനിക്കറിയാമായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ പേരിന്റെ പേരിൽ വളരെ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടൊരു ഇഷ്യൂ റൈസ് ചെയ്തുകൊണ്ട് അവർ വരികയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, 10-18 വർഷമായിട്ട് ഇപ്പൊ എന്റെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എല്ലായിടത്തും എന്റെ പെന്നയുമായിട്ട് അതാണ് യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ രാഷ്ട്രീയ മേഖലയിൽ മാത്രം നിൽക്കുന്ന ഒരാളല്ല, സാംസ്കാരിക മേഖലയിൽ കൂടി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊരു ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആ ദേശീയ പുരസ്കാരം കേന്ദ്ര സർക്കാർ എനിക്ക് തന്നിരിക്കുന്നത് പോലും യുവരാജ് ഗോകുൽ എന്നുള്ള പേരിലാണ് എനിക്ക് ആ ദേശീയ പുരസ്കാരം പോലും തന്നിരിക്കുന്നത്. അപ്പോൾ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, അത്തരത്തിലുള്ള പേരുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ പൊതുസമൂഹത്തിൽ ഞാൻ അറിയപ്പെട്ടിരുന്നത് ആ പേരിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പേര് തന്നെ അത് തുടർന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് അത് ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ ഉള്ള തലത്തിൽ പറയുന്നതിന്റെ സാങ്കത്യം എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് ഏറ്റവും നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി മത്സരിക്കുക എന്നുള്ളതാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഒരു പുതുമുഖമല്ല. 18 വർഷമായി പൊതുസമൂഹത്തിന് താങ്കളെ അറിയാം. ചാനൽ ഡിബേറ്റുകളിലെല്ലാം തന്നെ സുപരിചിതമായ ഒരു വ്യക്തിത്വമാണ് താങ്കൾ. ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിനില്ലാത്ത, താങ്കൾ സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തലയുടെ പേരിനില്ലാത്ത, പഴകുളം മധുവിന്റെ പേരിനില്ലാത്ത എന്ത് ഒരു സാങ്കത്യ പ്രശ്നമാണ് യുവരാജ് ഗോകുലിന്റെ പേരിന് മാത്രം ഉള്ളത് എന്ന ചോദ്യം തന്നെയാണ് ഉയരുക. സ്വാഭാവികമാണത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ പേരുകളിൽ മത്സരിക്കുമ്പോൾ താങ്കളുടെ പേരിന് മാത്രമായിട്ട് ഇത്തരത്തിൽ ഒരു പരാതി ഉയരുമ്പോൾ അതിൽ ചില ഒരു അനൗചിത്യ ബോധം ഉണ്ട്. കാരണം അവർ പറഞ്ഞിരിക്കുന്ന പരാതി തന്നെ എന്താണ്, ഞാൻ ഈ പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതിന്, പൊതുസമൂഹത്തിൽ ഞാൻ ഈ പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതിന് തെളിവില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഞാൻ പങ്കെടുത്തിട്ടുള്ള 100 കണക്കിന് ചാനൽ ഡിബേറ്റുകളുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളുടെ 100 കണക്കിന് ഡിബേറ്റുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളുണ്ട്. ആ വാർത്തകളിലെല്ലാം തന്നെ എന്റെ പേര് അറിയപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയാണ്. എത്രയോ വർഷമായിട്ട് എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലും അത്തരത്തിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മര്യാദയും മാന്യതയുമാണ്. അത്തരം വിഷയങ്ങളിൽ അനാവശ്യമായ വാദം ഉന്നയിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദയും മാന്യതയുമാണ്. ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു ഭൂഷണമായിട്ട് വരുന്ന ഒരു കാര്യമല്ല. അതിന്റെ പുറകിൽ പരാജയഭീതി തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും താങ്കളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയല്ലേ? അതായത് എന്ത് തന്നെയായാലും താങ്കൾ യുവരാജ് ഗോകുൽ എന്ന പേര് അംഗീകരിക്കണം എന്നൊരു ആവശ്യം തന്നെയല്ലേ ഉന്നയിച്ചിരിക്കുന്നത്? ആദ്യയുടെ മുമ്പിൽ ഉൾപ്പെടെ ഞാൻ എന്റെ ഭാഗം കൃത്യമായിട്ട് അവതരിപ്പിക്കും. എനിക്ക് അതിനെ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഞാനത് പ്രത്യേകിച്ച് പറയേണ്ടുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ പല ഇന്റർവ്യൂകളിലും, മുഖ്യധാരാ മാധ്യമങ്ങളുടെ തന്നെ ഇന്റർവ്യൂകളിൽ ഞാൻ പലതവണ എന്തുകൊണ്ട് എങ്ങനെ ഈ പേരിലേക്ക് ഞാൻ എത്തി എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ മറച്ചു വെച്ച് പോയിട്ടിരിക്കുന്ന ഒരു കാര്യമൊന്നും അല്ല. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്റർവ്യൂസിൽ എന്തുകൊണ്ട് എന്റെ പേര് എങ്ങനെയായി മാറപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യം ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും ഞാനത് നിയമപരമായി തന്നെ മുമ്പോട്ട് പോകും. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ അത് ഒരിക്കലും ഈ ഘട്ടത്തിൽ ഇടതുപക്ഷത്തെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. താങ്കൾ എന്തുകൊണ്ടാണ് ആ പേരിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തെ ബോധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് വസ്തു തന്നെയാണ്. എന്തായാലും ഒരുപാട് നന്ദി ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. യുവരാജ് ഗോകുലാണ് നമുക്കൊപ്പം ചേർന്നത്. നെടുമങ്ങാട് മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി യുവരാജ് ഗോകുലിനെതിരെയാണ് ഇടതുപക്ഷം ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. യുവരാജ് ഗോകുൽ എന്ന പേരിൽ മത്സരിപ്പിക്കരുത് എന്ന ആവശ്യമാണ്
മാത്രമാണ് ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതേ പേരിൽ തന്നെയാണ് അദ്ദേഹം ചാനൽ ഡിബേറ്റുകളിലടക്കം വരാറുള്ളത്. കഴിഞ്ഞ 18 വർഷമായി അദ്ദേഹം യുവരാജ് ഗോകുൽ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നതും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വാദവുമായി ഇടതുപക്ഷം വരുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചാൽ അദ്ദേഹത്തിന് പറയാനുള്ളത് അത് തീർച്ചയായും അവർക്കൊരു പരാജയ ഭീതി തട്ടിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യായം വേണമല്ലോ. എന്തായാലും നമുക്ക് ഒപ്പം നമ്മുടെ റിപ്പോർട്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, യുവരാജ് ഗോകുലിന്റെ വാക്കുകൾ പ്രശാന്ത് ശ്രദ്ധിച്ചു കാണും. ഇതിന് ഒരു കാരണമായി പരാജയ ഭീതി എന്നല്ലാതെ എന്ത് പറയാൻ? കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിനില്ലാത്ത, രമേശ് ചെന്നിത്തലയുടെ പേരിനില്ലാത്ത എന്ത് കൊമ്പാണ് യുവരാജ് ഗോകുലിന്റെ പേരിൽ മാത്രം ഇവർ കണ്ടത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. രാഖി, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP വിജയസാധ്യത വെച്ച് പുലർത്തുന്ന ഒരു വലിയ മണ്ഡലം കൂടിയാണ്. അതായത് മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ നെടുമങ്ങാട് മണ്ഡലം എന്ന് പറയുന്നത്. വലിയ രീതിയിൽ വിജയസാധ്യത ആ മണ്ഡലത്തിലുണ്ട്. ഇത് ഇരിക്കുകയാണ് ഇത്തരത്തിൽ CPM-ന്റെ ഭാഗത്തു നിന്നും ഇടത് മുന്നണിയുടെ ഭാഗത്തു നിന്നെല്ലാം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. യുവരാജ് ഗോകുലിന് വലിയ സ്വീകാര്യതയുള്ള നേതാവാണ്. BJP-യിൽ തന്നെ യുവാക്കളിൽ വലിയ സ്വീകാര്യതയുള്ള നേതാവാണ്. ചാനൽ ചർച്ചകളടക്കം BJP-യെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ലേഖനങ്ങളടക്കം അദ്ദേഹം പത്രമാധ്യമങ്ങളെല്ലാം എഴുതുന്ന ഒരു വ്യക്തിയാണ്. പൊതുമണ്ഡലത്തിൽ യുവരാജ് ഗോകുൽ എന്ന പേരിൽ തന്നെയാണ് കഴിഞ്ഞ 10-18 വർഷത്തോളമായിട്ട് അറിയപ്പെടുകയും ചെയ്യുന്നതും. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് യുവരാജ് ഗോകുൽ ഈ പേര് സ്വീകരിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും. ഇതിനെതിരെയാണ് ഇപ്പോൾ CPM-ഉം അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയും അടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പേര് ഉപയോഗിക്കാൻ പാടില്ല, ഈ പേര് യഥാർത്ഥ പേരല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും സമീപിച്ചിരിക്കുന്നത്. പേര് മാറ്റാനുള്ള നീക്കങ്ങൾ നടപടികളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കണം. തെറ്റായി വ്യാഖ്യാനിക്കുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പേര് മാറ്റുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്, ഇടതുമുന്നണിയുടെ ഭാഗത്ത് പറയുന്നത്. അതാണ് അതിലൊരു പ്രതികരണമാണ് ഇപ്പോൾ യുവരാജ് ഗോകുൽ തന്നെ നൽകിയത്. കാരണം പരാജയഭീതി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നാണ് യുവരാജ് ഗോകുൽ തന്നെ നമ്മളോടൊപ്പം അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അതുതന്നെയാണ് CPM-ന് വളരെ രീതിയിൽ വിളറി പിടിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം കടുത്ത ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുടനീളമുണ്ട്. മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും, ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും BJP-ക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്. അത് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന നിരവധി മണ്ഡലങ്ങളിൽ ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ഈ 140 മണ്ഡലങ്ങളിൽ വിവിധ മണ്ഡലങ്ങൾ അങ്ങനെ വിജയസാധ്യത വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. A ക്ലാസ് ഒഴികെയുള്ള അല്ലാത്ത മണ്ഡലങ്ങളിൽ പോലും വിജയസാധ്യത വെച്ച് പുലർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJP കാഴ്ചവെക്കും എന്നും CPM വിലയിരുത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ BJP-യുടെ കാൻഡിഡേറ്റിനെ, അതായത് BJP-യുടെ സ്ഥാനാർത്ഥികളെ എല്ലാം അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കേസുകൾ നൽകിക്കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി നശിപ്പിക്കുക എന്നൊരു തീരുമാനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് വേണം ഇത്തരമൊരു നീക്കങ്ങളെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും യുവരാജ് ഗോകുലിനെ സംബന്ധിച്ചിടത്തോളം യുവരാജ് ഈ പേരുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ ചാനൽ ചർച്ചകളിലായിക്കോട്ടെ, കലാരംഗത്തായിക്കോട്ടെ, രാഷ്ട്രീയ നേതാവും അതോടൊപ്പം തന്നെ കലാകാരനും എന്ന നിലയിലാണ് യുവരാജ് ഗോകുലിനെ പൊതുസമൂഹം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു പേരിലാണോ താൻ അറിയപ്പെടുന്നത് ആ പേരിൽ തന്നെ തുടർന്ന് മത്സരിക്കാനും അതോടൊപ്പം തന്നെ അറിയുവാനുമുള്ള നീക്കങ്ങൾ തന്നെയാണ് താനും നടത്തുന്നത്. ഇത്രയും കാലം ഈ പേര് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ട്. ആ രേഖകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സമർപ്പിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളും യുവരാജ് ഗോകുൽ വ്യക്തമാക്കുന്നുണ്ട്. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പേരുകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലപ്പേരുകൾ വെച്ച് ആയാലും ശരി, മറ്റ് പേരുകൾ സ്വീകരിക്കുന്നത് സ്വാഭാവികമാണ്. അതായത് ഈ പിണറായി വിജയൻ എന്ന നിലയിലും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല എന്ന നിലയിലുമൊക്കെ അങ്ങനെ പല പേരുകൾ പല രീതിയിൽ ആളുകൾ സ്വീകരിക്കാറുണ്ട്. അതൊക്കെ തന്നെ ആ അറിയപ്പെടുന്ന പേരിൽ തന്നെയായിരിക്കും മത്സരിക്കുകയും ചെയ്യുന്നത്. ഇക്കണ്ട കാലം അത്രയും അങ്ങനൊരു രീതിയാണ് പിന്തുടർന്ന് വന്നിരുന്നെങ്കിൽ ഇവിടെ യുവരാജ് ഗോകുലിന്റെ കാര്യത്തിൽ മാത്രം CPM-നും അല്ലെങ്കിൽ ഇടതുമുന്നണിക്കും ഒരു ഇത്തരത്തിലൊരു സമീപനം കാണിക്കുന്ന ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത്. CPM-ന്റെ തന്നെ ഇടതുമുന്നണിയിൽ തന്നെയുള്ള വിവിധ നേതാക്കൾ, പല നേതാക്കളും ഇത്തരത്തിൽ സ്വന്തം പേരുകൾ, ഈ രീതിയിലുള്ള പേരുകൾ സ്വീകരിക്കുന്ന ചരിത്രമുണ്ട്. നമുക്കറിയാം, അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പല നേതാക്കളും അങ്ങനെ മത്സരിക്കുന്നവരുമുണ്ട്. എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു പ്രത്യയശാസ്ത്ര വൈരാഗ്യം എന്ന നിലയിൽ BJP-യുടെ ഒരു യുവ നേതാവിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ ഒരു വിജയം കൈവരിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഈ മണ്ഡലത്തിലെ CPM-ന്റെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് GR അനിലാണ്, മന്ത്രി GR അനിലാണ്. മുൻപത്തെ അവസ്ഥയല്ല GR അനിലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. GR അനിലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി നേരിടുമെന്നൊരു വിശ്വാസം ഇടതുമുന്നണിക്കുമുണ്ട്. GR അനിലും തന്നെയുണ്ട്. പ്രചരണങ്ങളിൽ നിന്നെല്ലാം അത് വ്യക്തമാണ്. മാത്രമല്ല ജനങ്ങളുടെ ഒരു പിന്തുണ യുവരാജ് ഗോകുലിന് ഈ സ്ഥാനാർത്ഥിയായിട്ട് യുവരാജ് ഗോകുലിനെ പ്രഖ്യാപിച്ചതിന് ശേഷം തുടർന്ന് ഇങ്ങോട്ടുള്ള ഒരു നാളുകളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ
വർഷമായി സ്വീകാര്യത ലഭിക്കുന്നത്. പൊതുസമൂഹത്തിന് സുപരിചിതനാണ് യുവരാജ് ഗോകുലിനെ അങ്ങനെ ആർക്ക് പരിചയപ്പെടുത്തേണ്ട സാഹചര്യമില്ല. അത് തന്നെയാണ് അദ്ദേഹം ആ പേര് ഉപയോഗിക്കാനുള്ള കാരണം. പക്ഷേ ആ പേരിനെതിരെയാണ് ഇപ്പോൾ ഇടതുപക്ഷം പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം.